നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2 ദിവസം മുൻപ് RSS നേതാവ് എ ജയകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു, എമ്പുരാൻ മോഹൻലാലിനെയും ഗോകുലം ഗോപാലിനെയും തകർക്കാനുള്ള ഇടത് ജിഹാദി ഗൂഢാലോചനയാണ്. കളം വിട്ട് കളിച്ചാൽ കാണികൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, എന്നേക്കുമായി കളി അവസാനിപ്പിക്കുകയും ചെയ്യും. ശക്തമായ വെല്ലുവിളിയാണ് RSS നേതാവ് ഉയർത്തിയത്. പിന്നീട് തുടർച്ചയായി 2 ദിവസങ്ങളിൽ RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ അതിശക്തമായ വിമർശനങ്ങൾ. ജയകുമാർ മോഹൻലാലിനെയും ഗോകുലം ഗോപാലിനെയും സംരക്ഷിക്കുന്ന തരത്തിലായിരുന്നു ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയത്. എന്നാൽ ഓർഗനൈസർ ഒരു പടി കൂടി കടന്ന് മോഹൻലാലിനെ കടന്നാക്രമിച്ചു. എമ്പുരാൻ്റെ കഥ മുൻകൂട്ടി മോഹൻലാൽ അറിഞ്ഞില്ല എന്നത് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ഓർഗനൈസർ തുറന്നടിച്ചത്. ആദ്യ ദിവസം തന്നെ RSS മുഖപത്രം കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയപ്പോൾ ഗോകുലം ഗോപാലൻ ഒന്ന് പരുങ്ങി. സംഗതി കയ്യിൽ നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയ ഗോകുലം ഗോപാലൻ പെട്ടെന്ന് തന്നെ മോഹൻലാലുമായി കാര്യങ്ങൾ കൂടിയാലോചന നടത്തി. ഇതിനകം മോഹൻലാലിൻ്റെ തിരുവനന്തപുരം സുഹൃത്തുക്കളുമായി ലാൽ പലവട്ടം സംസാരിച്ചു. ഇതുപോലെ പോയാൽ മോഹൻലാലിൻ്റെ ആരാധകർ കൊഴിയുമെന്നും കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും അവർ ലാലിനെ ബോധ്യപ്പെടുത്തി. സുരേഷ് കുമാറും അശോക് കുമാറും അടക്കമുള്ള സുഹൃത്തുക്കളുമായി പലവട്ടം മോഹൻലാൽ ചർച്ച നടത്തി. കാര്യങ്ങൾ ഭദ്രമല്ല എന്ന് മനസ്സിലാക്കിയ ലാൽ ഗോകുലം ഗോപാലിനോട് പറഞ്ഞു, സിനിമയിൽ നിന്ന് ചില ഭാഗങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഗോകുലം ഗോപാലൻ നേരത്തെ തന്നെ ഇക്കാര്യം ആൻ്റണി പെരുമ്പാവൂരുമായി സംസാരിച്ചിരുന്നു. ആൻ്റണിക്കും വിറയൽ. നേരത്തെ ആദായ നികുതി കയറി നിരങ്ങിയതാണ് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഓഫീസ്. ഇപ്പോഴിതാ ദുബായിലും കച്ചവടങ്ങളുണ്ട്. ദുബായും ഇന്ത്യയുമൊക്കെ ചേർത്ത് പിടിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ളവർ രംഗത്തിറങ്ങിയാൽ തൻ്റെ കാര്യം കട്ടപ്പുകയാകുമെന്ന് ആൻ്റണിക്ക് മനസ്സിലായി. ഇനി പഴയ തൊഴിലിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമോ? ഇതോടെയാണ് സംഗതി നിർമ്മാതാക്കളുടെ തലയിൽ വെച്ച് ചില ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ പെട്ടെന്ന് തന്നെ അണിയറ പ്രവർത്തകർ തീരുമാനമെടുത്തത്. എല്ലാവരും കൂടി തീരുമാനമെടുത്തതിന് ശേഷം പൃഥ്വിരാജിനെ അങ്ങ് അറിയിക്കുക മാത്രമാണ് ചെയ്തത്. ഇതിനകം പൃഥ്വിരാജിനെതിരെ കൃത്യമായ പ്രചരണവും തുടങ്ങി. പൃഥ്വിനെ രക്ഷിക്കാൻ മോഹൻലാൽ ഒപ്പം നിൽക്കേണ്ടതില്ല എന്ന് തിരുവനന്തപുരത്തെ സുഹൃത്തുക്കൾ ലാലിന് ഉപദേശിച്ചു. ഇനി പൃഥ്വിരാജിനെയും കൂടി രക്ഷപ്പെടുത്താനാണ് മോഹൻലാലിൻ്റെ ഭാവമെങ്കിൽ എല്ലാം കൂടി നിലത്തടിയും എന്നാണ് തിരുവനന്തപുരം സുഹൃത്തുക്കൾ പറഞ്ഞത്. അതുകൊണ്ടാണ് വളരെ സൂക്ഷ്മതയോടെ മോഹൻലാൽ ഫേസ്ബുക്കിൽ ഒരു മാപ്പപേക്ഷയിട്ടത്. അതിൽ പൃഥ്വിൻ്റെ പേര് പരാമർശിച്ചതേയില്ല. എമ്പുരാൻ സിനിമയുടെ റിലീസ് ദിവസം മാത്രമല്ല, മുമ്പ് പലപ്പോഴും പൃഥ്വിരാജിനെ അങ്ങ് പൊക്കി മോഹൻലാൽ വല്ലാത്ത കോലത്തിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പൃഥ്വിരാജ് ഒരു ക്രൂരനായ സംവിധായകനാണ് എന്ന് മോഹൻലാൽ തുറന്നടിച്ചിരുന്നു. ഒരുപക്ഷെ ഇത്തരം ചിന്തകളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകാം. RSS മുഖപത്രം ഓർഗനൈസർ ഇക്കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിനെതിരെ രൂക്ഷമായ കടന്നാക്രമണം നടത്തിയിരുന്നു. എമ്പുരാനിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് സയ്യിദ് മസൂദാണ്. ഇത് യാദൃച്ഛികതയല്ല എന്ന് ഓർഗനൈസർ പറയുന്നു. ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മസൂദ് അസറിൻ്റെയും ലഷ്കർ എ തൈബ ഭീകരൻ ഹാഫിസ് സയ്യിദിൻ്റെയും പേരുകളുടെ ഒരു സംയോജിത രൂപമാണിത്. ഇതുതന്നെയാവാം പൃഥ്വിരാജ് ഉദ്ദേശിച്ചതും. സിനിമയുടെ ഒരു പ്രത്യേക ഭാഗത്ത് ലഷ്കർ എ തൈബ അടക്കമുള്ള ഭീകരന്മാരെ കാട്ടുന്നുണ്ട്. എന്നാൽ അവരെ ഇന്ത്യയുടെ ദേശദ്രോഹികളായി കൃത്യമായി സിനിമയിൽ അവതരിപ്പിക്കുന്നതുമില്ല. പിന്നെ എന്തിനാണ് ഇത്തരം സീനുകൾ ഈ സിനിമയിൽ കുത്തി നിറച്ചത്? അതുകൊണ്ട് തന്നെ ഓർഗനൈസർ ഉൾപ്പെടെയുള്ളവർ പൃഥ്വിരാജിനെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ അതിനെ തള്ളിക്കളയുക അത്ര എളുപ്പമല്ല. പൃഥ്വിരാജിൻ്റെ ഹിന്ദുവിരുദ്ധ നിലപാട് നേരത്തെ തന്നെ പ്രകടമായതാണ് എന്ന് ഓർഗനൈസർ പറയുന്നു. ഇതൊരൊറ്റപ്പെട്ട കേസല്ല. നടനും സംവിധായകനുമായ പൃഥ്വിരാജ് നയിക്കുന്ന കേരളത്തിലെ ചലച്ചിത്ര മേഖലയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. വളച്ചൊടിച്ച ചരിത്രവും തീവ്രവാദത്തെ വെള്ളപൂശലുമാണ് സിനിമയിൽ കാണുന്നത്. ഹിന്ദു സമൂഹത്തെ വില്ലൻ വേഷത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരതയെ വെള്ളപൂശുന്നത് എമ്പുരാനിൽ കാണുന്നു. ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഒരു ദാരുണവും സങ്കീർണവുമായ അധ്യായമാണ് ഗുജറാത്ത് കലാപം. സിനിമയിൽ വസ്തുതകളെ സൗകര്യപ്രദമായി അവർ വളച്ചൊടിച്ചു. ഗോദ്രയിൽ 59 നിരപരാധികളായ രാമഭക്തരുടെ കൂട്ടക്കൊലയെ എമ്പുരാൻ അവഗണിച്ചു. ഓർമ്മകൾ പുനരുജ്ജീവിപ്പിക്കുക മാത്രമല്ല, രാജ്യത്തിൻ്റെ ഐക്യത്തെയും ജനാധിപത്യ സ്ഥാപനങ്ങളെയും തകർക്കുന്ന തരത്തിൽ ഭിന്നതയുടെ വിത്തുകളാണ് അവർ പാകിയത്. സിനിമയുടെ ആദ്യ ഭാഗമായ ലൂസിഫർ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അദൃശ്യമായ വിദേശ ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്ന വെറും പാവകളാണ് എന്ന ആശയം സൂക്ഷ്മമായി അവതരിപ്പിച്ചു.
രണ്ടാം ഭാഗമായ എമ്പുരാൻ ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ, നിയമപാലകർ, ജുഡീഷ്യറി എന്നിവയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതിനെ കൂടുതൽ മുന്നോട്ട് പോകുന്നു. ദേശവിരുദ്ധവും ഹിന്ദുവിരുദ്ധവുമായ ഒരു അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണിത്. ഇതൊരു ഒറ്റപ്പെട്ട കേസല്ല, മറിച്ച് നടനും സംവിധായകനുമായ പൃഥ്വിരാജിനെ തന്നെയാണ് ഓർഗനൈസർ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ സിനിമയുടെ ഫണ്ടിങ്ങും ചോദ്യം ചെയ്യുകയാണ് ഓർഗനൈസർ. നിർമ്മാതാക്കളിൽ ഒരാൾ പിന്മാറിയത് എന്തുകൊണ്ടാണ് എന്ന് ഓർഗനൈസർ ചോദിക്കുന്നു. ഈ സിനിമ സൂക്ഷ്മമായി വിഭജനത്തിൻ്റെ വിത്തുകളാണ് പാകുന്നത്. ഈ വിത്തുകൾ വേരുറപ്പിക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഓരോ ദേശസ്നേഹിയായ ഇന്ത്യക്കാരനും കണക്ക് ചോദിക്കേണ്ട സമയമാണിത് എന്ന് ഓർഗനൈസർ ഓർമ്മപ്പെടുത്തുന്നു. സിനിമയുടെ ഫണ്ടിങ് എവിടെ നിന്നാണ് വന്നത് എന്ന് ഓർഗനൈസർ ചോദിക്കുമ്പോൾ അതിനുത്തരം പറയേണ്ട ബാധ്യത പൃഥ്വിരാജിനുണ്ട്. നേരത്തെ മോഹൻലാൽ ഒരു ഖേദപ്രകടനം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഈ ഖേദപ്രകടനം പൃഥ്വിരാജ് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് RSS മുഖപത്രം രൂക്ഷമായ വിമർശനങ്ങളോടെ വീണ്ടും ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചത്. ശക്തമായ ചോദ്യങ്ങൾ ഉയർത്തി RSS നേതാക്കളും മറുവശത്ത് ഓർഗനൈസറും ഒക്കെ നിൽക്കുമ്പോൾ അതിനുത്തരം പറയേണ്ട ബാധ്യത മോഹൻലാലിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം സമർത്ഥമായി ഒരു മാപ്പ് എഴുതി അതിൽ നിന്ന് തടിയൂരാനുള്ള ശ്രമം നടത്തി. എന്നാൽ ഓർഗനൈസർ വെറുതെ വിടുന്നില്ല. മറുവശത്ത് ഇപ്പോഴും നിശബ്ദനായി നിൽക്കുകയാണ് പൃഥ്വിരാജും തിരക്കഥാകൃത്ത് മുരളി ഗോപിയും. എന്തുകൊണ്ടാണ് അവർ ഇക്കാര്യങ്ങളിൽ പ്രതികരിക്കാതിരിക്കുന്നത്? മലയാള സിനിമയിലെ മറ്റു നടീനടന്മാരൊന്നും ഒരൊറ്റ പ്രതികരണവുമായി രംഗത്തെത്തുന്നില്ല. എല്ലാവർക്കും സിനിമയിൽ ഒളിച്ചിരിക്കുന്ന അപകടം വ്യക്തമായി എന്നർത്ഥം. മുൻപൊക്കെ പൃഥ്വിരാജിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്ന ആഷിഖ് അബു പോലും ഇപ്പോൾ നിശബ്ദനാണ്. ആഷിഖ് അബുവിൻ്റെയും റിമ കല്ലിക്കലിൻ്റെയും ഒക്കെ പേരിൽ മുൻപ് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. തുടർന്ന് നമ്മൾ കൊച്ചിയിലെ മട്ടാഞ്ചേരി മാഫിയയെക്കുറിച്ച് കേട്ടു. ദിലീപിനെതിരായ യുദ്ധം മുറുക്കിക്കൊണ്ട് തന്നെയാണ് കൊച്ചിയിലെ സിനിമാ ലോകം പൃഥ്വിരാജ് കൈപ്പിടിയിലൊതുക്കുന്നത്. പിന്നീട് എല്ലാം നേടി എന്ന ധാരണ. ബ്രോഡാഡി എന്ന സിനിമയിലൂടെ മോഹൻലാലുമായി അടുത്തു. ലൂസിഫറിൻ്റെ 1ാം ഭാഗം ചെയ്തതിലൂടെ ആൻ്റണി പെരുമ്പാവൂർ എന്ന മോഹൻലാലിൻ്റെ വലക്കയ്യെ പാട്ടിലാക്കി. ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളുമായി ചങ്ങാത്തത്തിലെത്തിയത് മോഹൻലാലിൻ്റെ കൂട്ടുകെട്ടിൽ. സിനിമാ ലോകത്തെ ഒട്ടനവധി ബന്ധങ്ങൾ ഈ കൂട്ടുകെട്ടിൽ പിടിച്ചെടുത്ത പൃഥ്വിരാജ് കണക്ക് കൂട്ടി തന്നെയാണ് കരുക്കൾ നീക്കിയത്. മലയാള സിനിമാ ലോകം തൻ്റെ ഉള്ളംകൈയിലിട്ട് അമ്മാനമാടാം എന്ന് പൃഥ്വിരാജ് കരുതി. എന്നാൽ അതിലപ്പുറം ചില അജണ്ടകൾ വെച്ചായിരുന്നു പൃഥ്വിരാജിൻ്റെ സിനിമകളെന്ന് തുടക്കം മുതൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിൻ്റെ ഉച്ചസ്ഥായിയിലാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത്. മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ സ്നേഹിച്ച സുകുമാരൻ്റെ മകൻ നന്ദനം എന്ന സിനിമയിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ ആ ചോക്ലേറ്റ് ബോയിയെ കേരളം കൈയടിച്ച് സ്വീകരിച്ചു. പിന്നീട് അഹങ്കാരത്തിൻ്റെ വാക്കുകളും ഭാഷയുമൊക്കെ ആ മുഖത്തു നിന്നുയർന്നപ്പോൾ അരുതെന്ന് കേരളം പലവട്ടം പറഞ്ഞു. സുകുമാരനെ ഇപ്പോഴും കേരളം സ്നേഹിക്കുന്നു. ഇതറിയാവുന്ന പൃഥ്വിരാജ് എമ്പുരാൻ എന്ന സിനിമ തുടങ്ങുന്നതിന് മുൻപ് തന്നെ തൻ്റെ പിതാവിനെ ഓർത്തുകൊണ്ടാണ് സിനിമ തുടങ്ങിയിരിക്കുന്നത്. അച്ഛ, എനിക്കറിയാം ഈ സിനിമ നിങ്ങളും കാണാറുണ്ട് എന്ന് പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞിരുന്നു. എമ്പുരാൻ്റെ റിലീസിന് തൊട്ടു മുൻപ് പൃഥ്വിരാജ് സമൂഹ മാധ്യമങ്ങളിൽ എഴുതി, അച്ഛ എനിക്കറിയാം നിങ്ങളും കാണുന്നുണ്ടെന്ന്. എമ്പുരാൻ സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ എന്നെ ഞാനാക്കിയ അച്ഛന് എന്ന താങ്ക്സ് കാർഡും പൃഥ്വിരാജ് പ്രത്യേകം ഇട്ടിരുന്നു. എന്നാൽ ഓർഗനൈസർ ഇപ്പോൾ ഉയർത്തുന്ന ഈ ചോദ്യങ്ങൾക്ക് മുൻപ് പൃഥ്വിരാജ് തന്നെ മറുപടി പറഞ്ഞിരുന്നു. എബ്രാം ഖുറേഷിക്കൊപ്പം ഈ സിനിമയിൽ വരുന്ന സയ്യിദ് മസൂദ് ആരാണ് എന്ന് പൃഥ്വിരാജിന് കൃത്യമായി അറിയാം. എംപറേഴ്സ് ജനറൽ എന്ന വിശേഷണത്തോടെയാണ് ഈ താരം സിനിമയിൽ നിറയുന്നത് എന്ന് പൃഥ്വിരാജ് പറഞ്ഞു. സയ്യിദ് മസൂദ് എന്ന കഥാപാത്രത്തിന് പഞ്ചു കൊടുക്കാനായി ഗുജറാത്ത് കലാപം സിനിമയിലേക്ക് വലിച്ചിഴച്ചതാണ് ഇത്ര വലിയ തിരിച്ചടി നേരിടാനുള്ള കാരണം. സയ്യിദ് മസൂദിന്റെ ജീവിതം ഈ ചിത്രത്തിലുണ്ടാകുമെന്ന് പൃഥ്വിരാജ് അന്നേ പറഞ്ഞിരുന്നു. ആദ്യ ദിവസം തന്നെ പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സയ്യിദ് മസൂദിനൊപ്പം. അതേ സയ്യിദ് മസൂദിനെയാണ് ഇപ്പോൾ ഓർഗനൈസർ ചോദ്യം ചെയ്യുന്നതും. കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് കൃത്യമായി മോഹൻലാൽ മനസ്സിലാക്കി. അതിന് തൊട്ടു പിന്നാലെയാണ് മേജർ രവിയെ കളത്തിലിറക്കുന്നത്. എമ്പുരാൻ റിലീസിന് മുൻപ് മോഹൻലാൽ കണ്ടിരുന്നില്ല, അത് സത്യമാണ് എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലിട്ട മേജർ രവിയുടെ ഒരു ലൈവ് പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അത് വൈറലായി. ഒരു സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നെ മോഹൻലാൽ കഥയിൽ ഇടപെടില്ല എന്ന് മേജർ രവി തുറന്നടിച്ചിരുന്നു. റിലീസിന് മുൻപ് സാധാരണഗതിയിൽ മോഹൻലാൽ സിനിമ കാണുന്ന പതിവുമില്ല. എന്നാൽ ഈ സിനിമയുടെ ഭാഗത്ത് മോഹൻലാലിൻ്റെ കയ്യിൽ തന്നെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. റിലീസ് ദിവസത്തിന് മുൻപ് തന്നെ മോഹൻലാൽ
ഈ സിനിമ താൻ കണ്ടു, ഇനി പ്രേക്ഷകരൊക്കെ ഇത് കണ്ട് പിന്തുണയ്ക്കണമെന്ന് കേരളത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. മേജർ രവി ഈ സിനിമയിൽ പാളിച്ചകളുണ്ട് എന്ന് തുറന്നു പറയുകയും ചെയ്തു. സിനിമയുടെ എഴുത്തുകാരനായ മുരളി ഗോപിയോട് തനിക്ക് പറയാനുള്ളത് ചരിത്രം പറയുമ്പോൾ ആദ്യം മുതൽ പറയണമെന്നൊക്കെ കൃത്യമായി മേജർ രവി ഉപദേശിച്ചു. ഗോത്രയിൽ നടന്ന സംഭവമൊന്നും പറയാതെ ഗുജറാത്ത് കലാപം പറഞ്ഞതാണ് ഇപ്പോഴുണ്ടായ വിവാദത്തിന് കാരണമെന്നും മേജർ രവി തുറന്നടിച്ചു. ചിത്രത്തിൻ്റെ സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരനും ജനങ്ങളുടെ വികാരം മാനിക്കണമെന്ന് മേജർ രവി തുറന്നടിച്ചിരുന്നു. എന്തായാലും വിവാദ ഭാഗങ്ങൾ വെട്ടിമാറ്റി എമ്പുരാൻ സിനിമയുടെ പുതിയ പതിപ്പ് ഇപ്പോൾ തിയേറ്ററുകളിലെത്തുന്നു. എന്നാൽ ഈ പതിപ്പ് നേരത്തെ തന്നെ എഡിറ്റ് ചെയ്ത് ശരിയാക്കി വെച്ചിരുന്നുവെന്നാണ് സിനിമാ ലോകത്തുള്ള ചിലർ പറയുന്നത്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്നൊന്നും ഒരു മുഴുവൻ സിനിമയും എഡിറ്റ് ചെയ്ത് പുറത്തിറക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കില്ല. എല്ലാം പിടിച്ചടക്കി എന്ന ഭാവം, അഹങ്കാരം, അതാവാം പൃഥ്വിരാജിനിപ്പോൾ വിനയായത്. മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക മനോഭാവമുണ്ട്. ആർക്കെങ്കിലും അഹങ്കാരം കയറിയെന്ന് കണ്ടാൽ അവരെടുത്ത് താഴെയിടും. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെ നിൽക്കണം. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് എന്നൊക്കെ പറയാം. അതൊക്കെ മലയാളികൾക്ക് ഇഷ്ടമാണ് അങ്ങ് സിനിമയിൽ കേൾക്കാൻ. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അഭിമുഖങ്ങളിൽ ഇത്തരം തട്ടിവിടലുകൾ, അഹങ്കാര പദപ്രയോഗങ്ങൾ നടത്തിയാൽ പ്രേക്ഷകനെടുത്ത് കിണറ്റിലിടും. ലക്ഷദ്വീപ് വിഷയത്തിലൊക്കെ തൻ്റെ അഭിപ്രായങ്ങൾ പറയാനും ആശയഗതിയിൽ ഉറച്ചു നിൽക്കാനും ഓരോ സിനിമാ നടന്മാർക്കും അവകാശമുണ്ട്. അവിടെ തന്മയത്വത്തോടെ കാര്യങ്ങൾ നീക്കാൻ കഴിയണം. ആ വിജയമാണ് നേരത്തെ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊക്കെ കേരള പ്രേക്ഷകർക്കിടയിൽ ഒരു ഇരിപ്പിടമുണ്ടാക്കി കൊടുത്തത്. CPMനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് മമ്മൂട്ടിയെങ്കിലും പരസ്യമായി രാഷ്ട്രീയം സംസാരിക്കാറില്ല മമ്മൂട്ടി. മറുവശത്ത് മോഹൻലാൽ എന്നും ബുദ്ധിപൂർവം തന്നെയാണ് ജനങ്ങൾക്കിടയിൽ നിന്നിട്ടുള്ളത്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ്, എല്ലാവരെയും ചവിട്ടിമെതിച്ചു, സിനിമ മുഴുവൻ താൻ ഫെസിലിറ്റേറ്റ് ചെയ്തുകൊള്ളാം എന്നൊന്നും മോഹൻലാലോ മമ്മൂട്ടിയോ തട്ടിവിടാറില്ല. ഇടക്കാലത്ത് കൊച്ചി സിനിമാ ലോകം ഭരിച്ചിരുന്ന ദിലീപ് വീണപ്പോൾ പൃഥ്വിരാജിന് ആത്മവിശ്വാസം കൂടി. അതാണൊടുവിൽ ഇത്തരം വിനയായി സംഭവിച്ചിരിക്കുന്നത്. എമ്പുരാൻ എന്ന സിനിമ ലോകത്തിൻ്റെ പല ഭാഗത്ത് പോയി ഷൂട്ട് ചെയ്ത് നല്ല സാങ്കേതിക തികവിൽ പുറത്തിറക്കാൻ നോക്കിയപ്പോൾ പൃഥ്വിരാജിന് ഇത്തിരി അഹങ്കാരം കൂടി. ഇനി താൻ പാൻ ഇന്ത്യൻ സിനിമകളുടെ ഭാഗമാകുമെന്നും ബോളിവുഡിലേക്ക് ഇരച്ചു കയറുമെന്നും പൃഥ്വിരാജ് അങ്ങ് സ്വപ്നം കണ്ടു. സ്വപ്നങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ അഹങ്കാരം സ്വപ്നങ്ങളിൽ വരരുത് എന്ന് മാത്രം. സംഘപരിവാർ സംഘടനകൾ ഇപ്പോഴും കലിച്ചു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗോകുലം ഗോപാലിനൊന്നും അത്ര സുരക്ഷിതമല്ല ഇപ്പോൾ കാര്യങ്ങൾ. ഇപ്പുറത്ത് ആന്റണി പെരുമ്പാവൂരും റിസ്കിൻ്റെ മണ്ടയ്ക്കാണ്. BJPയും സംഘപരിവാർ സംഘടനകളുമൊക്കെ മോഹൻലാലിനെ എന്നും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ പന്താവിലേക്ക് മോഹൻലാലിനെ കൂട്ടിക്കൊണ്ടുവരാം എന്നതായിരുന്നു അവരുടെയൊക്കെ കണക്കുകൂട്ടൽ. എന്നാൽ എല്ലാത്തിനും കൊണ്ടുപോയി തലവെച്ച് കൊടുക്കുന്ന ഈ ലാലിനെ കൊണ്ട് തോറ്റുവെന്നാണ് ലാലിൻ്റെ കൂട്ടുകാരായ BJP നേതാക്കൾ പോലും ഇപ്പോൾ പറയുന്നത്. സംഗതിയൊക്കെ ആന്റണി പെരുമ്പാവൂരുമായുള്ള ചങ്ങാത്തമാണ്. അതാണ് ലാലിന് വിനയായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പൃഥ്വിരാജും അങ്ങ് മുതലാക്കി കളഞ്ഞു. മല്ലിക സുകുമാരൻ്റെ കരച്ചിൽ കൊണ്ടൊന്നും കാര്യങ്ങൾ മെഴുകിയെടുക്കാൻ എളുപ്പമല്ല. മല്ലിക ഇന്നലെ ആവുന്നത് കരഞ്ഞു നോക്കി. എന്നാൽ മേജർ രവിയുടെ വാക്കുകൾ തന്നെയാണ് ഇപ്പോഴും മുഴച്ചു നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.